പറഞ്ഞ് അവസാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനം മനുഷ്യനെ ഉണർത്തുകയാണ്. കുറെ അധ്വാനിച്ചു, കുറെ സേവനം ചെയ്തു, കുറെ പാവപ്പെട്ടവരെ പരിഗണിച്ചു, പട്ടിണി കിടക്കുന്നവനെ രക്ഷിച്ചു, കപ്പൽ റിപ്പയർ ചെയ്തു, മതില് കെട്ടിക്കൊടുത്തു, ടെക്നോളജിയും എഞ്ചിനീയറിംഗും ഒക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. എല്ലാം ചെയ്താലും ഒരു വിഷയത്തെപ്പറ്റി മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നല്ല ബേജാറ് വേണം. അതേതാണ്? അല്ലാഹു പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽഅഖ്സരീന അമാലാ അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. മാലിക് ഇബ്നു ദീനാർ ചിന്തിച്ച് കരഞ്ഞുപോയ രംഗം. മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, മാലിക് ഇബ്നു ദീനാർ ഈ കേരളത്തിൽ വന്ന സ്വഹാബിയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കാണുകയാണ്. കുട്ടികളെ കണ്ട സമയം മാലിക് ഇബ്നു ദീനാർ അതിൽപ്പെട്ട ഒരു കുട്ടിയോട് സലാം പറയണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒരു അല്പസമയം ഇങ്ങനെ ശാന്തനായി നിന്നു. സലാം പറയണോ വേണ്ടേ? കുട്ടികൾക്ക് സലാം പറയാൻ സുന്നത്തുണ്ട്. കുട്ടികൾക്ക് സലാം പറഞ്ഞാൽ അവർ മടക്കുവോ? നമ്മൾ ഈ പരിപാടി പിരിഞ്ഞു പോകുമ്പോൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒന്ന് രണ്ട് ചെറിയ കുട്ടികൾ ഒരു മൂലയിൽ നിൽക്കുന്നു, നമ്മൾ അവർക്ക് സലാം പറയോ? പറഞ്ഞാൽ തന്നെ നമുക്കൊരു സംശയം, മടക്കുവോ അല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. ചില കുട്ടികൾ അങ്ങനെ മടക്കൂല. അതുകൊണ്ട് പറയാൻ നമുക്ക് മടിയാണ്. മടക്കാത്ത സലാം പറയാൻ മടിയാണല്ലോ. ഇതുപോലെ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിക്ക് സലാം പറയാൻ മുതിർന്നില്ല. കുറേ മൗനമായി നിന്നു. പിന്നെ അങ്ങ് സലാം പറഞ്ഞു. കുട്ടി സലാം മടക്കുകയാണ്. എങ്ങനെയാണ് സലാം മടക്കുന്നത്? വഅലൈക്കുമുസ്സലാം യാ മാലിക് ഇബ്നു ദീനാർ. സലാം പറയുന്നത് അങ്ങനെയാണ്. പരിചയമില്ലാത്ത ഈ കുട്ടി ഈ മാലിക് ഇബ്നു ദീനാറിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സലാം മടക്കിയത്. ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ അത്ഭുതപ്പെടുകയാണ്. എൻ്റെ പേരെങ്ങനെ ഈ കുട്ടിക്ക് മനസ്സിലായി? ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ ഈ കുട്ടിക്ക് സലാം പറയണോ വേണ്ടേ എന്ന് ശങ്കിച്ച് അവസാനം പറഞ്ഞപ്പോൾ കുട്ടിയുടെ മറുപടി എൻ്റെ പേര് ചേർത്തിയിട്ടാണല്ലോ സലാം മടക്കിയത്. ഉടനെ തന്നെ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയോട് ചോദിക്കുന്നു, കൈഫ അറഫ്ത ഇസ്മി, മോനെ എൻ്റെ പേര് നിനക്കെങ്ങനെ മനസ്സിലായി? നമ്മൾ പരിചയമില്ലാത്തവരാണല്ലോ, നീ ഒരു ബാലനാണ്, എങ്ങനെ എൻ്റെ പേര് അറിഞ്ഞു? കുട്ടി അതിന് മറുപടി പറയുന്നു, പ്രിയപ്പെട്ട ഗുരോ, നിങ്ങൾ മറന്നതാണ്, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. നമ്മൾ രണ്ടും ഒരു സ്ഥലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. അതെവിടെയാണെന്നറിയാമോ? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകം. ആ ലോകത്ത് തമ്മിൽ കണ്ടവർ ഈ ദുനിയാവിൽ കാണാതിരിക്കുകയില്ല. അവിടെ തമ്മിൽ പിണങ്ങിയവർ, അവിടെ യോജിക്കാത്തവർ ഇവിടെ യോജിക്കുകയില്ല. ഈ പ്രസംഗത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നാം ആലമുൽ അർവാഹിൽ വെച്ച് സന്ധിച്ചു. ആ സന്ധിച്ചവർ സലാം പറയുന്നു, അവർ തൊടുന്നു, അവർ ബന്ധപ്പെടുന്നു, അവർ ലോഹ്യം പറയുന്നു. കാണാത്തവരോ ഉണ്ടാവുകയില്ല. അവിടെ നിന്ന് നമ്മൾ കണ്ടതാണ്, നിങ്ങൾ മറന്നുപോയതാണ്. എങ്കിൽ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മൽ ഫർഖു ബൈനൻ നഫ്സി വൽ അഖ്ലി, നഫ്സും അഖ്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഏതായാലും ഒരു കാര്യപ്പെട്ട ആളാണ് നീ എന്ന് തോന്നുന്നു, നിന്റെ എന്തൊക്കെയോ അറിവ് നിന്റെ കയ്യിലുണ്ട്. കുട്ടി പറയുന്നു, കണ്ട മാത്രയിൽ സലാം പറയണോ വേണ്ടേ എന്ന് സംശയം തോന്നിയത് നഫ്സിന്റെ പണിയാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സലാം പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് അഖിലിന്റെ പണിയാണ്. നിങ്ങൾക്ക് നഫ്സും ഉണ്ട്, അഖിലും ഉണ്ട്. ആ നഫ്സ് ചിലപ്പോഴൊക്കെ ചില ഹൈറായ കാര്യങ്ങൾ ചെയ്യണമോ ചെയ്യണ്ടയോ എന്നിങ്ങനെ സംശയം ജനിപ്പിക്കും. ആ സമയത്ത് മനുഷ്യന്റെ അഖില് വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അവിടെ നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന അഖിൽ സജീവമായാൽ അതുമാത്രമേ വിജയിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയുടെ കൈ പിടിക്കുകയാണ്.
മനുഷ്യൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിഷ്കളങ്കരായ കുട്ടികളെ കൈപിടിക്കുക. ആ മക്കൾ പാപം ചെയ്യാത്തവരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്. അവരിലൂടെ അല്ലാഹു തആല നമുക്ക് നമ്മുടെ ഹാജത്തുകൾ പൂർത്തിയാക്കി തരും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു, കുട്ടികളെ സ്നേഹിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭൗതിക ലോകത്തിൻ്റെ ഈ അധ്വാനങ്ങളും ഈ പരിശ്രമങ്ങളുമെല്ലാം നടത്തി ഒരു പുനരാലോചന, ഒരവലോകനം, ഒരു തിരിഞ്ഞുനോട്ടം, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു എൻ്റെ വക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം പ്രകടന പരതയായി, ഉപരിപ്ലവമായി അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കാതെ അവൻ തള്ളിക്കളയുമോ എന്നൊരു വേദനയും ഒരു ബേജാറും മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫിലെ ഈ വരികൾ നമ്മുടെ മുൻപിൽ സജീവമാകുകയാണ്. മാത്രമല്ല, ഈ അധ്യായമെല്ലാം പറഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ദുന്യാവിന് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ, കഷ്ടപ്പാടുകൾക്കിടയിൽ, ദുന്യാവുണ്ടാക്കാനുള്ള ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കടങ്ങളും വരുത്തി, പ്രയാസങ്ങളും വരുത്തി, ഈ ശരീരത്തെ മുഴുവനും പണയപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ചീത്തയാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യജിദൂന അൻഹാ ഹിവലാ. വിശ്വാസവും സൽക്കർമ്മവും അത് മുദ്രാവാക്യമായി അതുമായി കെട്ടിമറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സുഖമാണ്, സ്വർഗമാണ് അള്ളാഹു കൊടുക്കുക. 3 രൂപത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള ചാൻസുകളുണ്ട്. ആ 3 രൂപത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് ഏത് സ്വർഗമാണ് കിട്ടേണ്ടത് എന്ന് ആലിമീങ്ങൾ വിവരിച്ചത് കാണാം. ഒരു സ്വർഗം ജന്നത്തു ഹുസൂസി, അങ്ങനെ ആ സ്വർഗം കിട്ടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ മരിച്ചു വേണം, എന്നാലേ അത് കിട്ടും. അതേതായാലും നമ്മളാരും മരിച്ചില്ല, അതൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലും കുടുംബത്തിലും ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചാൽ ആ കുട്ടി നേരെ സ്വർഗത്തിലേക്കാണ്. ഒരു ദമ്പതിക്ക് ഒരു കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിയുടെ മരണത്തിന്റെ പേരിൽ നെഞ്ഞത്ത് അടിക്കാതെ, മുടി പിടിച്ച് പറിക്കാതെ, ഒച്ചയിട്ട് കരയാതെ അങ്ങേയറ്റം ക്ഷമിച്ചാൽ ആ മരിച്ച കുട്ടി സ്വർഗത്തിൽ പോകുന്ന സമയം ഈ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ്. വാപ്പാ വരൂന്ന് പറഞ്ഞ് ആ കുട്ടി പിടിച്ചു കൊണ്ടുപോകും. കാരണം ആ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് സ്വർഗമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടാമത്തൊരു സ്വർഗമുണ്ട്. അതേതാണ്? ജന്നത്തുൽ മീറാസ് എന്ന് പറയുന്ന സ്വർഗമാണ്. കാരണം ഓരോ മനുഷ്യനും വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്, നരകത്തിലും ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ അമലാണ് ചെയ്യുന്നത് എങ്കിൽ ആ മനുഷ്യന് 2 വള്ള കാണിച്ചു കൊടുത്തിട്ട് പറയും, നരകത്തിലും ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു, സ്വർഗത്തിലുണ്ടായിരുന്നു. അടിസ്ഥാനപരമായ തഖ്വയുടെ യോഗ്യത നിനക്കുള്ളത് കൊണ്ട് നരകത്തിലെ ഇരിപ്പിടം നിനക്കുള്ളത് മാറ്റി സ്വർഗത്തിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അതാണ് ജന്നത്തുൽ മീറാസ് എന്ന് പറയുന്ന സ്വർഗം. 3ാമത്തെ സ്വർഗം കിട്ടാനാണ് നമ്മൾ ആശിക്കേണ്ടത്. അതേതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ? ജന്നത്തു അമലാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരെ പദവിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജന്നത്തുൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നത്തുൽ ഫിർദൗസ് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. കാരണം അത് സ്വർഗത്തിന്റെ നടുഭാഗമാണ്. ആ സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ലഭിച്ചാൽ ഖാലിദീന ഫീഹാ,
അവരെന്നും അവർ താമസിക്കുന്നു മാത്രമല്ല ലാ യബൂന അൻഹാ ഹിവലാ, അതൊന്നും മാറിക്കിട്ടണമെന്ന് ആശ വരുന്നതല്ല. ദുന്യാവിൽ ഏത് വീട് വെച്ചാലും അതിനേക്കാൾ നല്ല വീട് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുക ഇതൊന്ന് വിറ്റ് ആ മോഡലൊന്നും ഉണ്ടാക്കണം. ഓഫീസ് റൂം നല്ലത് ആ വരേണ്ടതാണ്, അല്ലെങ്കിൽ വരാന്ത നല്ലത് അതാണ്, സിറ്റ് ഔട്ട് അതാണ് നല്ലത്. നാട് നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് ടൗണിലായ സുഖമായിരുന്നു. ഈ മാറ്റത്തെപ്പറ്റി ചിന്തിക്കാത്ത അങ്ങേയറ്റത്തെ പത്രാസുള്ള സ്വർഗം ജന്നത്തുൽ ഫിർദൗസ്. ആ ഫിർദൗസിലെത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിയാൽ ലാ യജിദൂന അൻഹാ ഹിവലാ. ഈ റമദാൻ മാസത്തിൽ വെള്ളത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാതെ, ഊണിനെ ആഗ്രഹിക്കുമ്പോൾ അത് കഴിക്കാതെ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ ചില്ലകളിലൂടെ പറന്നു കളിക്കുന്ന പക്ഷികളെ കാണുന്ന സമയം ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽവിൽ ആശ വരികയാണ്, പടച്ചവനെ ആ പക്ഷിയെ ചുട്ട് തിന്ന നല്ല രസമാണ്, ഇനി ചുടണമെന്നില്ല, അല്ലാതെ വെള്ളത്തിലിട്ട് വേവിച്ചാലും മതി. മനസ്സിൽ ആശ വരികയാണ്, ആശ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ആ സ്വർഗത്തിൽ കഴിയുന്ന മുഅ്മിനായ മനുഷ്യന്റെ മടിയിലേക്ക് ഒരു പക്ഷി വന്ന് വീഴുകയാണ്. ആ പക്ഷിയുടെ പകുതി ചുട്ടതാണ്, പകുതി വെള്ളത്തിൽ വേവിച്ചതാണ്. കാരണം ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ആഗ്രഹം, റബ്ബേ ആ പറന്നു പോകുന്ന പക്ഷിയെ എനിക്ക് തിന്നാൻ വലിയ ആശയുണ്ട്, അതും ചുട്ടു തിന്നാലാ നന്നാകും, അല്ല ചുടാതെ ആയാലും മതി, ആശ വന്നതേ ഉള്ളൂ. ആ പക്ഷിയത അവന്റെ മടിയിൽ വന്ന് പകുതിയും പകുതിയുമായി നിൽക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഭാഗത്തുള്ള മാംസം തിന്നോളൂ. അങ്ങനെയുള്ള ആ സ്വർഗത്തിൽ മനുഷ്യനെത്താൻ കഴിയണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? അമല് വേണം.